സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വർക്ക് നടക്കുന്നത് കോവളത്താണ്. കോവളം വെള്ളാറിനും അടുത്തായിട്ടാണ്. കുറേ നാളുകൊണ്ട് അവരുടെ ഈ ചേട്ടൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് തിരക്കായതുകൊണ്ട് ഇവിടെ വന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞപ്പം തിരക്കുണ്ട്, എന്നാലും നമ്മുടെ കസ്റ്റമർ അല്ലേ എന്ന് ഓർത്ത് പെട്ടെന്ന് വന്ന് ചെയ്യണമെന്ന് ഓർത്ത് റീസർവേക്ക് വേണ്ടിയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, നീ പുല്ലടിക്കാരനല്ലേടാന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ ആത്മാഭിമാനത്തോടെ ചെയ്യുന്ന ജോലിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ചെയ്യാൻ പിന്നെ ഒരു തൻ്റെ ഇടം കൂടെ വേണം. നമുക്ക് ആ തൻ്റെ ഇടവും കൂടെ നിൽക്കുന്നവരും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെന്ന് കണ്ടിട്ട് വെറുതെ നെടുവീർപ്പെട്ടിട്ട് പോകാനേ പറ്റുള്ളൂ. എത്ര വലിയ കാടായാലും നമ്മൾ തെളിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളോട് അതുപോലെ ആത്മാർത്ഥമായിട്ട് സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനും അതുപോലെയാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള ആൾക്കാരും ഇല്ല, ഇടുക്കി എന്നുള്ള ടീംസാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന അത്യാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുക 7, 8, 10 ഏക്കർ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും നമ്മൾ ചെയ്യും. കാരണം ഒരു സൈറ്റിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര എളുപ്പമാണ്. ഒരു സൈറ്റിൽ നിന്ന് തന്നെ ജോലി ചെയ്താൽ മതി, ഓടി നടന്ന് ചെയ്യേണ്ട. അപ്പോൾ ഈ വലിയ സൈറ്റുകളെ അപേക്ഷിച്ച് അങ്ങനൊരു ഗുണം കൂടെ ഉണ്ട്. നമുക്ക് ഒരാഴ്ചയൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ, കാച്ചിലൊക്കെ കിട്ടും. അത് നമ്മൾ അതൊക്കെ സുരേഷണ്ണൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ്. അയാളെ പൊട്ടാതെ കിട്ടിയ ഭാഗ്യം. കണ്ടില്ലേ, ഇത് നമ്മൾ വെളിയിൽ പോയി കൊണ്ട് വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ നോക്കിയാലും കിലോയ്ക്ക് 80 രൂപ കൊടുക്കണം. അപ്പം ഈ പ്രോപ്പർട്ടിയിലൊന്നും ആരും ഇല്ല കേട്ടോ. പുള്ളിക്കാരനെ ഒന്നും തിരിഞ്ഞു പോകാത്തൊരു സ്ഥലമാണ്. എന്നാലും പെട്ടെന്ന് നമുക്കിത് കണ്ടപ്പോഴത്തേൻ്റെ ഇത് വെറുതെ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു സാധനമാണ്. നമ്മൾ 80 രൂപ കൊടുത്ത് വാങ്ങിക്കുന്നത് കിലോയ്ക്ക്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഈ ഒരു കാച്ചിലൊക്കെ കിട്ടി. അങ്ങനെ അടുത്തൊരു കാച്ചിൽ നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ഇത് നല്ല ഇതാ കേട്ടോ. സിത്തു വെട്ടുകത്തി എടുത്തോടാ. അത് വിട്ട് തോണ്ട. അപ്പോൾ നമുക്ക് ഈ കാച്ചിലൊന്ന് തോണ്ടിയെടുക്കാം. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇന്ന് ഇവനും കൂടെ വന്നു കേട്ടോ. ഇവനെ കൊണ്ടുവന്ന ശല്യമൊക്കെയാ. അവനും ഇതൊക്കെ കണ്ടോണ്ടൊക്കെ ഇരിക്കണം. പിന്നെ ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യും. എന്നാലും നമുക്ക് ഇവനാളിച്ചിരി മോശക്കാരനല്ലാത്തൊരൈറ്റമാണെന്ന് തോന്നുന്നു. വേണ്ടേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കിഴങ്ങാണ്. ഇന്നത്തെ ഈ കാച്ചിൻ്റെ വില വെച്ചിട്ട് നമുക്ക് അടുത്ത് തന്നെ കണ്ടില്ലേ, ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ഒരു കാച്ചിലാണ് കേസ് കിട്ടിയിരിക്കുന്നത്. ഒരു പീസറുണ്ട്. അവിടെ നിന്ന് മാറി, അവിടെ ചുമലയുടെ ബാക്കി. അപ്പോൾ നമ്മൾ കാപ്പി പൊടിയൊക്കെ ആയി. ആ കാപ്പിയുടെ ടൈമായി കേട്ടോ. എന്തായാലും കറി ഒരു ചുമടുണ്ട്. ഇതാരാ തന്നേന്നൊരു പിടിയില്ല. ദോശയും പൊറോട്ടയൊക്കെ ആയിട്ട് കഴിക്കാം. കറി കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സൂപ്പർ കറി. ചിലപ്പം ഈ ഇരുന്ന് കഴിക്കുന്നത് ഒരു 3 സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഇരുന്ന് കഴിക്കാൻ കിട്ടത്തില്ല കേട്ടോ. ഈ പണി ചെയ്യുമ്പോൾ കിട്ടുന്ന ഇത്രയും ഒരു വൈബ്. അതാണ്ട് ഇത്രയും റിസോർട്ടിൻ്റെ ഒക്കെ പോലെ കിടക്കും. എല്ലാം പാറക്കൂട്ടാണ് മൊത്തം.